ബിജെപിയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. നേരത്തെ ഇത് തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ചു, ഞങ്ങൾ അഭിമാനത്തോടെ നിൽക്കുകയാണ്, ഈ രാജ്യത്ത് അഭിമാനത്തോടെയാണ് ബിജെപിയുടെ സർക്കാർ അധികാരത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, പ്രധാനപ്പെട്ട നവരത്ന കമ്പനികൾ ഒട്ടാകെ സ്വകാര്യവൽക്കരിച്ചു. ഇന്ത്യയുടെ അഭിമാനമായിരുന്നു നവരത്ന കമ്പനികൾ. അതുപോലെ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചു. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. ഇന്ത്യക്കകത്തെ യുവാക്കൾ വലിയ പ്രതിസന്ധിയിലാണ്. 55-ാം സ്ഥാനത്ത് നിന്ന് 155-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പോവർട്ടി റേറ്റ് ഉയർന്നു. ഈ ഘട്ടത്തിലൊന്നും ഒരഭിമാനവും ഞങ്ങൾക്കാർക്കുമില്ല. അത് ബിജെപിയുടെ മാത്രം അഭിമാനമാണ്. രാമക്ഷേത്രം കിട്ടുമ്പോൾ അഭിമാനം കിട്ടുന്ന മനുഷ്യർ ഇന്ത്യക്കാരല്ല, അവര് നിങ്ങളെപ്പോലെ വർഗീയതയിലൂന്നി നിൽക്കുന്നവരാണ്. എന്താണ് നിങ്ങൾ ഈ കാണുന്ന അഭിമാനമെന്നൊന്ന് പറയണം. അമൃത് പദ്ധതിയൊക്കെ നടപ്പിലാക്കി. ഒരു ചോദ്യം കൂടി, കോൺഗ്രസിന്റെ പ്രതിനിധി ഇയാൾ പറഞ്ഞ് കറക്റ്റാണ്. സമരം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ തൊഴിലിന് വേണ്ടിയിട്ട്. ആ സമരം നടക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നടയിലാണ് സമരം നടക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പറയട്ടെ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സമരം നടക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊഴിലിന് വേണ്ടിയിട്ട് രാജ്യത്ത് ഗുജറാത്തിൽ നടക്കുന്നുണ്ടോ? ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ സമരം നടക്കുന്നുണ്ടോ? സമരം നടക്കുന്നില്ല. സമരം നടക്കുന്നത് രാജ്യത്ത് തൊഴിലിന് വേണ്ടി സമരം നടക്കുന്ന ഏക സംസ്ഥാനം ഈ കേരളമാണ്. തൊഴിലിനുള്ള സമരമല്ല, ജനങ്ങൾ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന ഏക സംസ്ഥാനം ഈ കേരളമാണ്. ഈ കേരളത്തിൽ മാത്രമേ നരേന്ദ്രമോദിക്ക് എവിടെ, ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും തൊഴിലിന് വേണ്ടി സമരം നടക്കുന്നത് കാണിച്ചു തരൂ നിങ്ങൾ? ഇല്ല. ഇന്ത്യയിലെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 400 സീറ്റ് നേടും, യാതൊരുവിധ സംശയമില്ല. ഈ പിന്നെ രാമക്ഷേത്രവും ഈ ഞങ്ങൾ ഞങ്ങളുടെ അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഞങ്ങൾ അജണ്ട മുന്നോട്ട് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ബിജെപിയുടെ പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിട്ടാണ് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചിരിക്കുന്നത്. ഇതാ 3ാമത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രകടന പത്രിക ജനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് മുന്നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്.